ഞാൻ സ്റ്റാർ സിംഗറിലെ റണ്ണറപ്പ് ആയിരുന്നു. കണ്ടോ, സ്റ്റാർ സിംഗറിലെ റണ്ണറപ്പ് ഒക്കെയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. മോഹം മനതിൽ കൂടുതേ. 58 പിള്ളേരുണ്ടായിരുന്നു. 58 പിള്ളേര്. അതെ. ഹരിമാമകളായ ഖദീജ പെരിയോനിണയാക്കി ഷഫീഹാ. ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും. കലയുടെ തലസ്ഥാനമായ തൃശ്ശൂരിൽ ഈ പൂരനഗരിയിൽ ഒരുപാട് കലാപ്രതിഭകളെ കൊണ്ട് വന്നിരിക്കുകയാണ് ഒരു കലാകുടുംബം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപ്പൊ എല്ലാരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഷീല, അഖിൽ ദേവ്, സുബൈർ, അനിൽ, സായന്ത്, അനന്യ. ഇവര് ചില്ലറക്കാരല്ല കേട്ടോ. ഇവരിൽ പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. ആൻഡ് വർഷങ്ങളായിട്ടുള്ള പരിശീലനങ്ങൾ, പലരും സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ നിരവധി വർഷങ്ങളായിട്ട് എത്തിയവരാണ് അല്ലേ? അത് 30 വർഷം അല്ലെ? 30 വർഷമായിട്ടുണ്ട്. അത് മാത്രല്ല ഇവിടെ നിൽക്കുന്ന അഖിൽ ആള് ചില്ലറക്കാരനല്ല. എന്താണ് അഖിൽ പ്രത്യേകത പറ? ഞാൻ സ്റ്റാർ സിംഗറിലെ റണ്ണറപ്പ് ആയിരുന്നു. കണ്ടോ, സ്റ്റാർ സിംഗറിലെ റണ്ണറപ്പ് ഒക്കെയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇവര് സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ ഒരുപാട് ശിഷ്യന്മാരായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം എത്ര ശിഷ്യന്മാരുണ്ട് നിങ്ങൾ എല്ലാവരും? എനിക്ക് എന്റെ സ്റ്റുഡന്റ് ഒരു 58 പിള്ളേരുണ്ടായിരുന്നു. 58 പിള്ളേര്. അതെ. 5 തിരുവാതിരക്കളി, 7 ഫോക്ക് ഡാൻസ്, പല ജില്ലകളിലായിട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 58. സാറിനോ? എനിക്ക് 5 ക്ലാസ്സിലാണ്. അതെ, ഒന്നിച്ചാണ്. ഇവര് 3 പേരും ഡാൻസ് പെർഫോമേഴ്സ് ആണ്. ഇവര് ഞങ്ങളാണ് പാട്ട് പാടുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങള് ദുബായിൽ നിന്ന് വന്നതാണ്. ചേച്ചിയുടെയോ എത്ര ശിഷ്യന്മാരുണ്ട്? ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ തിരുവാതിര പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എത്ര പേരുണ്ട് ഈ പ്രാവശ്യം തിരുവാതിര പാടിയ കുട്ടികൾ 5 ടീമൊക്കെയാണ്. ഇതാ ഫുൾ പവർ പാക്ഡ് ആണ് ഇവര്. അത്രയധികം അല്ലേ? ചെമ്പൈ മ്യൂസിക് കോളേജിലെ വീണ സ്റ്റുഡന്റ് ആണ്, സിംഗറാണ്, വീണക്കാരിയാണ്. അപ്പൊ വൻ കൊമ്പന്മാരാണ് എന്റെ ചുറ്റും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പെർഫോമൻസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ ഇപ്പൊ മോഹിനിയാട്ടം കഴിഞ്ഞിറങ്ങി, ഭരതനാട്യം കഴിഞ്ഞ് ഇറങ്ങി A ഗ്രേഡ് കിട്ടിയത് ഒരു കൊച്ചു നമ്മളെ കൂടെ ഉണ്ട്. ഇവരുടെ ശിഷ്യയാണ്. നമുക്കൊന്ന് കാണണ്ടേ? വരൂ, വായേ. എന്താ മോളെ പേര്? ശ്രീദേവി. ഏതൊക്കെ ഐറ്റത്തിന് പങ്കെടുത്തു? ഞാൻ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം. ഭരതനാട്യം ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് കലോത്സവത്തില്? അല്ല, അതൊരിക്കലും ആവില്ലല്ലോ, കാരണം ആരാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒരു പാട്ട് പാടാൻ പറ്റുമോ കൂടെ? ഇയാൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ. മോഹം മനതിൽ കൂടുതേ മന്നവ മലയപ്പ. മോഹം മനതിൽ കൂടുതേ മന്നവ മലയപ്പ. മോഹം മനതിൽ കൂടുതേ മന്നവ മലയപ്പ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഈ വയനാട്ടുകാർ ഈ കൊടുന്ന എല്ലാ ശിഷ്യന്മാരായിട്ട് ചുരമിറങ്ങി വന്നത് A ഗ്രേഡ് മാത്രമല്ല, ഫസ്റ്റ് അടിച്ചിട്ടേ പോവുള്ളൂ. വയനാടിന് കപ്പ് കൊണ്ടുപോകാൻ വന്നതാണ് ഈ വയനാട്ടുകാരെല്ലാവരും. വയനാടിന് മാത്രമല്ല, വയനാടിന് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എല്ലാ ജില്ലകളും ഈ കൊച്ചു കണ്ണൂരാണ്. പക്ഷെ എല്ലാ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾക്ക് ഓരോരുത്തർക്കും കപ്പ് വീതിച്ചു കൊടുക്കാൻ വന്നാന്ന് പറയാം. തൃശ്ശൂരിന് കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്, കണ്ണൂരിന് കിട്ടിയാലും ഹാപ്പിയാണ്, തൃശ്ശൂർ ആർക്ക് കിട്ടിയാലും ഹാപ്പിയാണ്. അങ്ങനെ സങ്കടമൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ചാലക്കുടി കാർമലിൽ വർഷങ്ങളായിട്ട്. അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അവർക്ക് A ഗ്രേഡ് ഉണ്ട്. തൃശ്ശൂർ കിട്ടിയത് നമുക്ക് ഭയങ്കര സന്തോഷം. ആർക്ക് കിട്ടിയാലും നമുക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. ആർക്ക് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ്. എല്ലാ ജില്ലകൾക്കും തുല്യമായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഗംഭീരം. അപ്പൊ നമുക്ക് കുട്ടികളെ പെർഫോമൻസ് മാത്രമല്ല, ഇനി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കലാകുടുംബമാണ്. അപ്പൊ എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണുന്നുണ്ട്. എന്താണ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരും? അമ്മ ഒരു പാട്ട് പാടട്ടെ. ഇപ്പോഴാണ് സ്കൂളിലെ കുട്ടികൾ തന്നെ പാടാൻ തുടങ്ങിയത് ഈ ഒപ്പന വേദികളിലും തിരുവാതിര വേദികളിലൊക്കെ. പക്ഷെ മുന്നേ പിന്നണി ഗായികമാരാണ് അത്ര പാടിയിരുന്നത്. അപ്പൊ അങ്ങനെ പാടിയിരുന്ന ഒരാളാണ് ഈ ചേച്ചി. അപ്പൊ നമുക്ക് വേണ്ടി ഒരു ഒപ്പനഗാനം പാടും. പറയൂ. ഹരിമാമകളായ ഖദീജ പെരിയോനിണയാക്കി ഷഫീഹാൽ ബഹുമാന സഭകളെ നടന്നിടെ കാശഘോഷമതാൽ
തിജമുറ്റ കമീസ് ലിബാസും അതിനൊത്ത മികന്ത കുറുസും തരമായി പണി അരിസിലും കുറിസിലും കേളി കേട്ടിടലായി എരഞ്ഞിപ്പൂ മിന്തുളി വൈരവും കടകത്തിരുവരിതളി ചക്രവും മികവേഴേ ചിതത്തിലെ എതിർപ്പവും വാഴുപതി ജാബി റഹ്മത്തുടയോന സുവർഗം തരമൊത്തിട കാക്കിറക്കീമേ ഉലകത്തിലെ സരസിരി പുരുഷൻ കൂടുമംഗലമേ. ഗംഭീരം ഗംഭീരം. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ദാ ഇവിടെ അച്ഛൻ നന്നായി ഡാൻസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ആ അച്ഛന് വയ്യ. ഓക്കെ ഓക്കെ, നമുക്ക് അച്ഛനെ പരിഗണിക്കാം. പക്ഷെ അളിയനും ചെയ്യൂലേ? ചേച്ചി ചെയ്യൂലേ? ആ ട്രൈ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ വയനാട്ടുകാരി കമോൺ. അപ്പൊ ആര് പാട്ട് പാടത്തിന് ചേച്ചി? സ്റ്റാർ സിംഗറിലെ റണ്ണർ അപ്പ്. വാവാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷം സ്റ്റേറ്റിലെ ഓരോ ഐറ്റത്തിനും പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. എൻ്റെ മകളാണ് അനന്യ. അവളെ ഫസ്റ്റ് കലോത്സവം 8th തൃശ്ശൂർ വെച്ചിട്ടാണ് നടന്നത്. അന്ന് സംസ്ഥാന സെക്കൻഡ് ഉണ്ടായിരുന്നു. 9 സംസ്ഥാന ഫസ്റ്റ് മോഹിനിയാട്ടം മലപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ. തുടർച്ചയായിട്ട് 5 വർഷം സംസ്ഥാന വിന്നറായിരുന്നു ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അപ്പൊ ഞങ്ങൾക്ക് ഒരു പെർഫോമൻസ് വേണ്ടി കാഴ്ചവെക്കൂലേ? കമോൺ. ഓക്കെ. ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും. ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും. പാപാന്തകാരം പാർവണമാകും പാതേയമാകും പുണ്യങ്ങൾ. ആരുമില്ലെങ്കിലും നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിൽ ആശ്രയമാകും ദേവാംശം. ഇനി കണ്ണീർ കണിമലരാകും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളല്ല, ഒരു പട തന്നെയാണ് അത്ര കലാകാരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇതാ ഇനി ഒരു കുട്ടി കലാകാരനുണ്ട്, ഒരു കുട്ടി കലാകാരനും കൂടി ഉണ്ട്. അതെ, ചേച്ചിയുടെ കുട്ടിയാണ്, ഒരു കുട്ടി കലാകാരനാവാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ കുടുംബം മൊത്തം ഒരു 1 പാക്കേജ് ആണ്. സോ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനിയും എന്താ പറയുക, ഒരുപാട് ഈ ഗുരുക്കന്മാരെല്ലാവരും ഇനി ഒരുപാട് ശിഷ്യന്മാരായിട്ട് ഇതാ ഈ വേദികൾ കയറി ഇറങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അടിച്ചു പൊളിക്കുക ഇനി അങ്ങോട്ടും.